സ്വപ്ന നക്ഷത്രങ്ങളെ കൈപിടിച്ചുയർത്തിയ സ്നേഹസാഗരങ്ങളെ, കലാലയ ജീവിതത്തിന്റെ മധുരത്തേൻ ആവോളം നുകരും മുൻപേ കാലത്തിന്റെ കനൽ വിളക്കുകൾ ഇപ്പോൾ ഞങ്ങളെ തടയുന്നു. ഇന്നോളമുള്ള സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ഉല്ലാസത്തിന്റെയും നാളുകൾ വെറും ഓർമ്മകളുടെ താളുകളിലാക്കി വേർപാടിന്റെ നൊമ്പരത്തിലേക്ക് കാലം ഞങ്ങളെ എടുത്തെറിയുന്നു. ക്ലാസ് മുറികളിലെ സൗഹൃദ സംഭാഷണങ്ങൾ കൊണ്ടും വരാന്തകളിലെ പ്രണയരാഗങ്ങൾ കൊണ്ടും അതുല്യമായ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടും മുഖരിതമായ ക്യാമ്പസ്, വാഗ്വാദങ്ങൾ കൊണ്ടും സംഘർഷങ്ങൾ കൊണ്ടും പ്രക്ഷുബ്ധവുമായ ക്യാമ്പസ്, അവിസ്മരണീയമായ യാത്രകൾക്കൊടുവിൽ അവസാന വർഷ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഈ അസബഹ് ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങുകയാണ്. കലാലയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ കണ്ണിൽ നിന്നും മിറ്റുവീഴുന്ന കണ്ണുനീർത്തുള്ളികൾ ഭൂമിയെ ചുംബിക്കുന്നത് തീർത്തും സ്വാഭാവികം. എന്നാൽ ആ കണ്ണുനീർത്തുള്ളികളിൽ എത്രത്തോളം വേദനയും നിസ്സഹായമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. വേദനയോടെ ഞങ്ങൾ ഓർക്കുന്നു, ഈ അസബാഹിന്റെ മണ്ണിന് പ്രണയത്തിന്റെ നനവുണ്ടായിരുന്നു. ഇവിടെ വീശുന്ന കാറ്റിന് പ്രണയത്തിന്റെ ഗന്ധമായിരുന്നു. ഇവിടെ പെയ്യുന്ന മഴത്തുള്ളികൾക്ക് പ്രണയത്തിന്റെ സൗന്ദര്യമായിരുന്നു. ഇവിടെ പതിക്കുന്ന ഓരോ സൂര്യരശ്മികൾക്ക് പോലും അതേ പ്രണയത്തിന്റെ തീവ്രതയായിരുന്നു. ഈ പ്രണയത്തോപ്പിൽ നിന്നും പടിയിറങ്ങാൻ ആർക്കാണു മനസ്സ് വരിക? പക്ഷേ കാലം ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാ വേദനകളും കടിച്ചമർത്തി വിട പറയാനൊരുങ്ങുമ്പോൾ കരളലിയുന്നു, മിഴിനീർ പൊഴിയുന്നു, ഹൃദയം വല്ലാതെ നീറുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വേദന. ആ വേദനയുടെ ഭാരവും പേറി ഞങ്ങൾ യാത്ര ചോദിക്കുന്നു. ഓർമ്മിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ മറന്നുകളയരുത്. സുഹൃത് ബന്ധത്തിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ട് ഏതോസ്തി എന്ന മനോഹരമായ ഗാനത്തിന്റെ താളം പിടിച്ച് നിങ്ങൾക്ക് മുൻപേ നടന്നു നീങ്ങുന്ന ഈ സൗഹൃദ കൂട്ടായ്മയെ നിങ്ങളെന്ന മണിമുത്തുകളെ ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ കാലഘട്ടത്തിന് നന്ദി. നിങ്ങൾ പകർന്നു തന്ന മധുരിക്കും ഓർമ്മകൾ ഞങ്ങളെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. ജീവിതത്തിന്റെ പുതിയ താഴ്വാരങ്ങൾ തേടിപ്പോവുകയാണെങ്കിലും കേവലം ഒരു യാത്ര പറച്ചിൽ കൊണ്ട് നിങ്ങളോടുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഈ സൗഹൃദത്തിന്റെ നിന്നും ഇനിയും അനേകം പൂക്കൾ വിരിയും. ആ പൂക്കളുടെ പേര് സ്നേഹമെന്നായിരിക്കും. ആ പൂവുകൾക്ക് സ്നേഹത്തിന്റെ ഗന്ധമായിരിക്കും. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുണ്ടാവില്ല. ഇനി ഞങ്ങളുടെ കുസൃതി തരങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യില്ല. ഇനിയൊരിക്കലും ഞങ്ങളുടെ ശബ്ദകോലാഹലങ്ങൾ നിങ്ങളുടെ അതിൽ കേൾക്കുകയുമില്ല. ആ നാളുകളെല്ലാം അവസാനിച്ചു. ഞങ്ങളുടെ ഹൃദയം ഇനി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആ ഹൃദയം നിങ്ങളുടെ വിളി കേൾക്കും. ആ ഹൃദയം എന്നെന്നും ഇനി നിങ്ങൾക്ക് വേണ്ടി തുടിച്ചുകൊണ്ടേയിരിക്കും. കലാലയ ദേവത ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നു. സമയമായി. സ്നേഹരാഗങ്ങൾ പകർന്നു തന്ന ആത്മമിത്രങ്ങളെ, സ്വപ്നം കാണാൻ പഠിപ്പിച്ച അധ്യാപകരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരായിരം നന്ദി, നന്ദി, നന്ദി.